മീൻ കറി വെക്കുന്നത്. മീൻ കറി വെക്കുകയെന്ന് പറയുമ്പോഴേ ഈ മീൻ കറി നമ്മൾ വലിയ ചട്ടി വേണം വെക്കാൻ. വലിയ ചട്ടി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു 2 കിലോ 1 കിലോ മീനൊക്കെ ആയിരിക്കും ഞങ്ങൾ കറി വെക്കുന്നത്. 2 കിലോ. അത് ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടിയൊന്നുമില്ല. പച്ചയ്ക്ക് കറി വെച്ച് കഴിക്കുന്ന പരിപാടിയാണ്. ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ കഴിക്കാറേ ഇല്ല ഒരു കാര്യവും. അപ്പം മീനിന് ആവശ്യം ഇത് നിങ്ങൾ കണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ല ഞങ്ങൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ ഇപ്പം ഞങ്ങൾക്കിത് മതി. പിന്നെ ആവശ്യമായ പുളി അത് തോട്ടുപുളിയാണ്. നമ്മൾ വാളംപുളി തക്കാളി ചേർക്കത്തില്ല. തോട്ടുപുളി നമ്മൾ വെള്ളത്തിലിടും, കഴുകി വൃത്തിയാക്കി അത് ഉപ്പ് വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിടുകയോ ചെയ്യും. അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, ചുമന്നുള്ളി. ഇഞ്ചി നല്ലവണ്ണം നമ്മൾ ചെറുതായിട്ട് അരിയണം. അതിനാവശ്യമായ വെളുത്തുള്ളി, കരിയാപ്പില എടുക്കണം. പിന്നെ ചുമന്നുള്ളി അരിഞ്ഞ് വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നമ്മുടെ മൺചട്ടി എടുത്ത് തീ കത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നതായ ചുമന്നുള്ളി ഈ വെളിച്ചെണ്ണ ചൂടായി അങ്ങോട്ട് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ കടുകിടണം. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി അങ്ങോട്ട് ഇടുക. അതിൻ്റെ പുറകെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല ഇത് മൂന്നും അങ്ങോട്ട് ചേർത്ത് വഴറ്റി കഴിയുമ്പം നമ്മൾ ഈ ഇടിച്ച് വെച്ചേക്കുന്ന മുളക് പൊടി വേണം നമ്മൾ ചേർക്കാൻ. നമ്മൾ മുളക് പിന്നെ കടയിൽ നിന്ന് മേടിച്ചിട്ട് വറുത്തിടിച്ച് വെച്ചേക്കത്തില്ലേ, ആ മുളക് പൊടി 2-3 നല്ല സ്പൂൺ അങ്ങോട്ട് ഇട്ട് നല്ലോണം വഴന്ന് കഴിയുമ്പോൾ ഈ പുളിവെള്ളം നമ്മളങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ 1-2-3 ചോളം നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ടേക്കുന്നില്ലേ, ആ മീനിൻ്റെ പുളിക്കനുസരിച്ച് ആ പുളിവെള്ളം എന്ന് പറയുമ്പോൾ പുളിയും കൂടി ഇടുന്നത് അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് തിളച്ചങ്ങോട്ട് വരുമ്പോഴത്തേന് നമ്മൾ കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പിന്നെ മീനെടുത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം തിളച്ച് അപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഇച്ചിരി ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് തിളച്ച് വറ്റി വന്ന് കഴിയുമ്പോൾ അത് ഇച്ചിരി വെളിച്ചെണ്ണ മുകളിൽ തൂകിയിട്ട് നമുക്കത് വാങ്ങി വെക്കാം. വറ്റിയെന്ന് ഒരു കുഴമ്പൻ രൂപത്തിൽ, ഇല്ലെങ്കിൽ അത് പറ്റിച്ചെടുക്കണം. ഈ കല്യാണത്തിനൊക്കെ വേവിച്ച് വെക്കത്തില്ലേ മീൻ, അതേപോലെ നമുക്ക് ആക്കി എടുക്കാനും പറ്റും. മുകളിൽ 2 കരിയാപ്പിലയൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ മീൻ കറി വെക്കുന്നത് അതിനോളം രുചി വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ മീൻ കറി അങ്ങനെയാണ് വെക്കുന്നത്. അതെൻ്റെ അമ്മ അങ്ങനെയാണ് മീൻ കറി വെക്കുന്നത്, നല്ല രുചിയാണ്. അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പം യൂട്യൂബോ ഒന്നും മീൻ മസാലപ്പൊടി മേടിച്ചിട്ടോ ഒന്നുമല്ല വെക്കുന്നത്. നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. അപ്പം ഈ മുളക് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൃഷി ചെയ്യാനുള്ളവർക്ക് കൃഷി ചെയ്യാം കേട്ടോ. വാങ്ങിയിട്ട് അത് വെയിലത്തിട്ട് ഉണക്കി 1 വർഷത്തേക്കിന് ആവശ്യമായ മുളക് നമ്മൾ പൊടിച്ച് വെക്കുക. 2-3 കിലോ മുളകോ അല്ലെങ്കിൽ ഒരു 10 കിലോ മുളകോ നമ്മൾ മേടിച്ച് അവനവൻ്റെ വീടിൻ്റെ ആൾക്കാരുടെ അനുസരിച്ച് വെച്ച് ഉണക്കി പൊടിച്ചൊരു പാട്ടയിലിട്ട് വെച്ചാൽ കുറേശ്ശെ എടുത്ത് ചെറിയ പാട്ടയിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഉലുവയാണെങ്കിൽ ഇച്ചിരി 1/2 കിലോയോ അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ ഈ ഉണക്കി പൊടിച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വരുമ്പം 1/2 സ്പൂണോ 1/4 സ്പൂണോ ഒക്കെ ഉള്ളങ്ങാണ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് നമ്മൾ നല്ല സ്വാദിഷ്ടമായ മീൻ കറി വെക്കുന്നത്. ആരും ഈ മീൻ മസാല പൊടികളൊക്കെ ഈ കടയിൽ നിന്ന് വാങ്ങുക എന്ന് പറയുമ്പം അത് പല വിഷങ്ങൾ ചേരുന്ന പല ഇതൊക്കെ പൊടിച്ച് വെക്കുന്നതൊക്കെയാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതും നല്ല മീൻ കറി.
പിന്നെ ഓക്കേ.